രൂപേഷ്, ഞാൻ ബിന്ദുവിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഇന്നിപ്പോൾ ആ തെളിവെടുപ്പിൽ പൂർണ്ണസമയം ഏതാണ്ട് പൂർണ്ണസമയം രൂപേഷ് അവരുടെ പോലീസ് സംഘത്തിനൊപ്പം ഒക്കെ ഉണ്ടായിരുന്നു. ആം, ആ, എന്തൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞു? എനിക്കൊരു ചോദ്യം, ഇയാൾ 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 പൂർണ്ണസമയം അവിടെ ഉണ്ട്. രൂപേഷ്, ഇയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭയമോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പതർച്ചയോ ഏതെങ്കിലും തരത്തിൽ താൻ പിടിക്കപ്പെടാൻ പോകുന്നു എന്ന ഭീതി ഒന്നുമില്ലാതെ അങ്ങനെ കല്ലുപോലെ നിൽക്കുന്ന ഒരു മനുഷ്യൻ നമ്മൾ ഈ ദിവസങ്ങളിൽ തന്നെ കാണുകയാണ് രൂപേഷ്. അതെ 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 ഇന്ന് അതിരാവിലെ മുതൽ ഞാനവിടെ ഉണ്ടായിരുന്നു. ഒരു 20 മിനിറ്റേ ഉള്ളൂ അവിടെ നിന്ന് പോന്നിട്ട്. നമുക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയുന്നത് ഒരു കൂസലുമില്ലാത്ത രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം. അതൊരു കോൺഫിഡൻസ് ആണ് എന്നാണ് തോന്നുന്നത്. കാര്യം അദ്ദേഹം ഈ ഓരോ തിരോധാനത്തിൻ്റെ നമ്മൾ കേസെടുത്ത് പരിശോധിച്ചാൽ ഇപ്പോൾ 2006 മുതൽ ബിന്ദു മിസ്സിംഗ് ആണ്. 2017 പരാതി വരുന്നത്. ഇതിനിടയിൽ ഐഷ 2012 മിസ്സിംഗ് ആവുന്നു. ഏറ്റവും അവസാനം 2024 ഡിസംബറിൽ നമ്മുടെ ജൈനമ്മ, ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മയുടെ തിരോധാനം. ആ ജൈനമ്മയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അന്വേഷണങ്ങൾ കൂടുതലായും നടക്കുന്നത്. ഒരു വലിയ കാലയളവ് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഒരു ഇടവേളയിട്ടാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്, ഓരോ കുറ്റകൃത്യങ്ങളിലേക്കും പോകുന്നത്. അത്തരത്തിലാണ്. അപ്പോൾ പൂർണ്ണമായും തെളിവുകൾ നശിപ്പിച്ചിരിക്കണം. പിന്നെ ഇതിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ആദ്യഘട്ടത്തിൽ തന്നെ വീഴ്ചയുണ്ടായിട്ടുണ്ട്. അവരുടെ പൂർണ്ണമായ സഹായം ഇതിലുണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അല്ല രൂപേഷ്, 2006 ബിന്ദുവിനെ കാണാതാവുന്നു. 2017 പരാതി. 2006, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 11 വർഷങ്ങൾ കഴിയുമ്പോൾ പരാതി പോലും വരുന്നത്. ആ 11 വർഷങ്ങൾക്ക് ശേഷം പരാതി നിങ്ങൾ ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കുമ്പോൾ തന്നെ ഈ ബിന്ദുവിൻ്റെ സ്വത്ത് ഇയാൾ വേറെ ഒരു സ്ത്രീയെ വെച്ചുകൊണ്ട് വ്യാജമായി മാറ്റി പവർ ഓഫ് അറ്റോർണി ഉണ്ടാക്കി വിറ്റതിന് തെളിവുകൾ കൃത്യമായി നിങ്ങൾ കിട്ടുകയും നിങ്ങൾക്കത് പോലീസിനെ ബോധ്യപ്പെടുത്താൻ പറ്റുകയും പോലീസ് ഇയാളുടെ വീട്ടിലേക്ക് ആകട്ടത്തിൽ എത്തുകയും ചെയ്തു. ഒരുപക്ഷെ അപ്പോൾ പോലും പോലീസ് ഒന്ന് മര്യാദയ്ക്ക് പരിശോധിച്ചിരുന്നെങ്കിൽ അതിനുശേഷമുള്ള കൊലപാതകങ്ങൾ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു ഒരുപക്ഷെ രൂപേഷ്. അന്നുണ്ടായത് എന്താണ്? അതെ 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 അന്ന് ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ഈ സ്വത്ത് തട്ടിയും എടുത്തതുമായി ബന്ധപ്പെട്ടതും ഫോർജറി അടക്കമുള്ള ഈ ബിന്ദുവിൻ്റെ 10th സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, വോട്ടർ ID കാർഡ്, പാൻ കാർഡ് അടക്കം ഇവർ ഫേക്കായിട്ട് നിർമ്മിക്കുകയുണ്ടായി. അവിടെ തന്നെ ഈ സെബാസ്റ്റിന് ഒറ്റക്കല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സെബാസ്റ്റിന് കൂട്ടാളികളും കാണും. കാര്യം സാധാരണക്കാരായ ചില ആളുകളെയൊക്കെ കയ്യിലെടുക്കും. അതിനോടൊപ്പം അദൃശ്യ ശക്തികൾ കാണും. പിന്നെ രാഷ്ട്രീയ സ്വാധീനമുണ്ട്, അവരുമായിട്ട് ബന്ധങ്ങളുണ്ട്, ഗുണ്ടാ മാഫിയ സംഘങ്ങളുമായിട്ട് ബന്ധമുണ്ട്. ഇതൊക്കെ അദ്ദേഹം ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. പോലീസ് ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ കൂട്ടുനിന്നു എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അന്ന് അവിടുത്തെ DYSP, SP ഒക്കെ സുരേന്ദ്രൻ ഒക്കെ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അവരൊക്കെ അന്വേഷിച്ചതുമാണ്. പിന്നെ എന്ത് സംഭവിച്ചു എന്നാണ് നിങ്ങൾ സംശയിക്കുന്നത് ശ്രീ രൂപേഷ്? അതിൽ കൃത്യമായ ഒരു ഡീല് ഇതിൽ നടന്നിട്ടുണ്ട്. അത് സെബാസ്റ്റിനുമായ ഒരു ഡീല് നടന്നിട്ടുണ്ട്. ഇതിൽ ആരോപണ വിധേയരായിട്ടുള്ള ആളുകളിൽ നിന്ന് വരെ അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ അന്ന് തന്നെ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പോലീസുമായി ഒരു ഡീൽ സെബാസ്റ്റിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ വെച്ച് ഒരു ഘട്ടത്തിൽ അവസാനിക്കുന്ന എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കാൻ കാരണം രൂപേഷെ, അന്ന് ഒരു ഓട്ടോ ഡ്രൈവർ മൊത്തത്തിൽ ഈ സെബാസ്റ്റിൻ്റെ ജീവിതത്തിൽ 3-4 മനോജുമാരുണ്ട്. ഇപ്പോഴും മനോജ് ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. ഇപ്പോൾ ആ കണിച്ചുകുളങ്ങര കേസിലെ ഒരു പ്രതി ആണെന്ന് സംശയിക്കപ്പെടുന്ന ഒരാൾ ഇപ്പോഴും കൂടെയുണ്ട്. ഒരു മനോജിനെ ഓട്ടോ ഡ്രൈവറാണ്, ഇയാളുടെ സഹായിയാണ് നിൽക്കുന്നുണ്ട്. ഈ ബിന്ദു പത്മനാഭൻ്റെ കേസിൽ ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോഴേക്കും അയാൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അപ്പോൾ പോലും പോലീസിന് എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നേണ്ടതാണ്. അത് അന്വേഷണം കടുപ്പിക്കേണ്ടതാണ്. അന്വേഷണം കടുപ്പിക്കാതെ പോയതിൻ്റെ പിന്നിൽ പോലീസ് സെബാസ്റ്റുമായി ഉണ്ടാക്കിയ ഒരു ഡീലാണ് എന്ന് സംശയിക്കുന്നുണ്ട് ആക്ഷൻ കൗൺസിൽ, അല്ലേ? 100% അതിൽ നമ്മൾ അന്ന് തന്നെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അത് ഫലപ്രദമായ രീതിയിൽ മുന്നോട്ട് പോകാഞ്ഞതും. അതൊരു വട്ടത്തിൽ നമ്മുടെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്ത് കുറച്ച് മൂവ്മെൻറ്റ് ഉണ്ടാക്കിയെങ്കിലും അവർക്കും ഈ സ്ഥലപരിശോധന പോലും അന്ന് ഇത്തരത്തിൽ നടത്താൻ സാധിച്ചില്ല. ശാസ്ത്രീയമായ പരിശോധനകൾ നടന്നില്ല. അതൊക്കെ ഇതിൻ്റെ ഒരു അലംഭാവം തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വന്നത്. ചെറിയ മീനല്ല എന്ന് പറഞ്ഞാൽ ഇയാളുടെ പക്കൽ പണമുണ്ട്. ഇപ്പോൾ ആൾക്കാരെ കൊന്നിട്ടാണോ അതോ ഇനി അതല്ലാതെ ഇയാളുടെ പരമ്പരാഗതമായുള്ള കോടികളാണ്? ഇയാളുടെ പണമുണ്ട്, ഇയാളുടെ ഗുണ്ടാബലമുണ്ട്. ഇയാൾ ആ പണം ഉപയോഗിച്ചുകൊണ്ട് ബിന്ദു പത്മനാഭൻ കേസിൽ തന്നിലേക്ക് എത്താതിരിക്കാനുള്ള വഴികൾ അയാൾ അടച്ചു. അതിന് പോലീസ് അടക്കം കൂട്ടുനിന്നു എന്നാണ് ഗുരുതരമായ ആരോപണം, അല്ലേ രൂപേഷ്? അതെ 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 കാര്യം വലിയ സാമ്പത്തികം അദ്ദേഹം സമാഹരിച്ചിരുന്നു ഈ ബിന്ദുവിൽ നിന്ന് തന്നെ. കാര്യം എറണാകുളത്ത് ഇടപ്പള്ളിയിലും പാലാരിവട്ടത്തും അടക്കം ഏക്കർ കണക്കിന് ഭൂമി ബിന്ദുവിൻ്റെ പേരിൽ ഉണ്ടായിരുന്നു. അതിൽ തന്നെ കോടികളന്ന് സെബാസ്റ്റിന് കിട്ടി. അതൊക്കെ അദ്ദേഹം രക്ഷപ്പെടാനായിട്ടും അതിൻ്റെ ഒരു ഭാഗം ഉപയോഗിച്ചു. അതിന് നമ്മുടെ ഭരണ സംവിധാനങ്ങൾ, അന്വേഷണ ഏജൻസികൾ കൂട്ടുനിന്നു എന്നുള്ളതാണ് ഇതിലെ ഗുരുതരമായ വീഴ്ച. ഇപ്പോൾ ജൈനമ്മയുടെ കേസ് വന്നതുകൊണ്ടാണ് ഇത്
പൊങ്ങി വന്നത്. ജൈനമ്മയുടെ കേസിൽ ഈ മൊബൈൽ ടവർ ലൊക്കേഷൻ ഈ സെബാസ്റ്റ്യൻ്റെ ടവർ ലൊക്കേഷൻ തന്നെയായിരുന്നു. അതുകൊണ്ട് സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ചതിൽ കൃത്യമായ തെളിവ് കിട്ടി. പോലീസിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു, കോട്ടയം ക്രൈംബ്രാഞ്ചിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു മാസങ്ങളായിട്ട് സെബാസ്റ്റ്യൻ. അതൊക്കെ കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു അന്വേഷണത്തിലേക്ക് വന്നത്. പക്ഷെ അതും എന്തായി തീരുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാര്യം ഇതിൽ DNA ഫലം വന്നെങ്കിൽ മാത്രമേ ഇതാരാണ് എന്നറിയാൻ സാധിക്കുകയുള്ളൂ. ബിന്ദുവാണോ, ഐഷയാണോ, ജൈനമ്മയാണോ? ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ടൊരു സിന്ധുവിൻ്റെ ഫയൽ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആരാണ്, ഇനി മറ്റാരെങ്കിലും ആണോ DNA ഫലം പുറത്തു വരണം. പിന്നീട് മോൺസൺ മാവുങ്കിൽ കേസിലൊക്കെ പറഞ്ഞു കേട്ട സുരേന്ദ്രൻ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു, അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അടക്കം ഈ കേസ് ഒതുക്കുന്നതിൽ പങ്കാളികളാണ് എന്ന് നേർക്കുന്നവർ സംശയിക്കുകയാണ് നിങ്ങൾ, അല്ലേ? തീർച്ചയായും അതിലൊരു സംശയവുമില്ല. അതിൽ ആ ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തി മുതൽ താഴെ ഈ കേസ് കൈകാര്യം ചെയ്യുന്ന ആളുകൾ വരെ അതിൽ അതിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. അത് നമ്മൾ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണെന്ന് തന്നെ നമ്മൾ പല പരാതികളും കൊടുത്തിട്ടുള്ളതുമാണ്. കാര്യം ഇതൊരു സ്പെഷ്യൽ ഏജൻസിയെ നിയമിക്കണമെന്നും അന്വേഷണം മറ്റൊരു ഏജൻസിയെ ഏൽപ്പിക്കണമെന്നൊക്കെ അന്ന് തന്നെ ആവശ്യപ്പെട്ടുള്ളതാണ്. പക്ഷേ അതൊന്നും ഉണ്ടായി